ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിൽ 6950 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കാസിരംഗ എലിവേറ്റഡ് കോറിഡോറിന് തറക്കല്ലിടും. വർദ്ധിച്ചുവരുന്ന വ്യാപാര പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ വളർച്ച ഏറെ പ്രതീക്ഷ നൽകുന്നതെന്ന് ലോക സാമ്പത്തിക ഫോറം. രാജ്യത്തെ നദീജല ഡോൾഫിനുകളുടെ രണ്ടാം കണക്കെടുപ്പിന് ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ തുടക്കമായി. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. മുന്നേറ്റം തുടർന്ന് കണ്ണൂർ ജില്ല. ഡൽഹിയിലെ വായു ഗുണനിലവാരം അതീവ ഗുരുതര വിഭാഗത്തിലേക്ക് അടുത്തതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കി ഡൽഹി സർക്കാർ. അണ്ടർ 19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 18 റൺ ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിലെ കാലിയബോറിൽ 6950 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പദ്ധതിക്ക് തറക്കല്ലിടും. തുടർന്ന് വിവിധ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിക്കും. ബോഡോ സമാധാന കരാർ അസം മേഖലയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്തതായി ഗുവാഹത്തിയിൽ പരമ്പരാഗത ബോഡോ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പറഞ്ഞു. വടക്കുകിഴക്കൻ മേഖലയ്ക്ക് സർക്കാർ മികച്ച പരിഗണന നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. असम और दिल्ली की दूरी खत्म की है और बेहतर इंफ्रास्ट्रक्चर के जरिए असम में एक इलाके से दूसरे इलाके की दूरियां भी कम कर रही है. इन इलाकों में पहले पहुंचना मुश्किल होता था, आज वहां हाईवे बन रहे हैं, ऐसी सड़कें बनाई जा रही हैं जिससे क्षेत्र में नए अवसर खुले. രാജ്യത്തിന്റെ പരമ്പരാഗത കരകൌശല വൈദഗ്ധ്യം ആഘോഷിക്കാൻ പിഎം വിശ്വകർമ്മ പദ്ധതിയുടെ കീഴിൽ പിഎം വിശ്വകർമ്മ ഹാട്ട് 2026 പ്രദർശനമേളയ്ക്ക് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിലെ ദില്ലി ഹാട്ടിൽ നടക്കുന്ന പ്രദർശനം കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തുടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 117ലധികം കരകൌശല വിദഗ്ധർ പരിപാടിയിൽ പങ്കെടുക്കും. ഈ മാസം 31 വരെയാണ് പ്രദർശനം. വർദ്ധിച്ചുവരുന്ന വ്യാപാര പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ വളർച്ച ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഏറ്റവും പുതിയ സർവേ. അടുത്തയാഴ്ച ദാവോസിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായാണ് സർവേ പുറത്തിറക്കിയത്. തൊഴിൽ മേഖലയിലെ നിയന്ത്രണങ്ങൾ കുറച്ചുകൊണ്ട് ഇന്ത്യ പരിഷ്കരണ പാതയിൽ തുടരുകയാണെന്ന് ചീഫ് ഇക്കണോമിസ്റ്റ് ഔട്ട്ലുക്ക് അഭിപ്രായപ്പെടുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സിവിൽ ഡിഫൻസ് പ്രവർത്തനങ്ങളിൽ എൻസിസി കേഡറ്റുകൾ പ്രകടിപ്പിച്ച ധൈര്യവും അച്ചടക്കവും പ്രശംസനീയമാണെന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ന്യൂഡൽഹിയിൽ നാഷണൽ കേഡറ്റ് കോർപ്സ് റിപ്പബ്ലിക് ദിന ക്യാമ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദുരന്ത പ്രതികരണം, പരിസ്ഥിതി സംരക്ഷണം, രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ സജീവമായി സംഭാവന നൽകിയതിന് കേഡറ്റുകളെ അദ്ദേഹം അനുമോദിച്ചു. രാജ്യത്തെ നദീജല ഡോൾഫിനുകളുടെ രണ്ടാം കണക്കെടുപ്പിന് ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ തുടക്കമായി. പ്രോജക്ട് ഡോൾഫിന്റെ കീഴിൽ 2 ഘട്ടങ്ങളായി സർവേ നടത്തുമെന്ന് പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ആദ്യഘട്ടത്തിൽ ഗംഗാ നദിയിൽ ബിജ്നോർ മുതൽ ഗംഗാസാഗർ വരെയും സിന്ധു നദിയും ഉൾപ്പെടും. ബ്രഹ്മപുത്ര, ഗംഗയുടെ പോഷക നദികൾ, സുന്ദർബൻ, ഒഡീഷ എന്നിവ ഉൾപ്പെടുത്തിയാകും സർവേയുടെ രണ്ടാം ഘട്ടം. എൻസിഇആർടി പാഠപുസ്തകങ്ങളുടെ വ്യാജ പതിപ്പുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ശൃംഖല ഡൽഹി പോലീസിന്റെ പിടിയിൽ. ഗാസിയാബാദിലെ ലോണി പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ 44,000-ലധികം പാഠപുസ്തകങ്ങളും അച്ചടി യന്ത്രങ്ങളും പേപ്പർ റീലുകളും പോലീസ് പിടിച്ചെടുത്തു. കേസിൽ 3 പേരെ അറസ്റ്റ് ചെയ്തതായും ഡൽഹി പോലീസ് അറിയിച്ചു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലക്ഷദ്വീപ്, പുതുച്ചേരി, ഗോവ, രാജസ്ഥാൻ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ SIRന്റെ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാർക്ക് അവകാശവാദങ്ങളും എതിർപ്പുകളും ഈ മാസം 19 വരെ സമർപ്പിക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ വ്യോമയാന മേളയായ വിങ്സ് ഇന്ത്യ 2026-ന് ഈ മാസം 28-ന് തുടക്കമാകും. ഹൈദരാബാദിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ സുസ്ഥിര ഭാവി വിഭാവനം ചെയ്യുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ പരിപാടികൾ വിങ്സ് ഇന്ത്യ 2026ന്റെ ഭാഗമായി നടക്കും. ഹൈദരാബാദിലെ ബേഗംപേട്ട് വിമാനത്താവളത്തിലാണ് മേള സംഘടിപ്പിക്കുക. എയറോബാറ്റിക് ഷോ, വിവിധ പ്രദർശനങ്ങൾ, ഉന്നതതല സമ്മേളനം, തൊഴിൽ മേള, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. വിദ്യാർത്ഥികൾക്കും യുവ പ്രൊഫഷണലുകൾക്കുമായി ഏവിയേഷൻ ഇന്നൊവേഷൻ ചലഞ്ച് സംഘടിപ്പിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച, വർദ്ധിച്ചുവരുന്ന ആഗോള സാന്നിധ്യം എന്നിവ പരിപാടിയിൽ ഉയർത്തിക്കാട്ടും. വ്യോമയാന ഉൽപാദനം, സേവനങ്ങൾ, നവീകരണം എന്നിവയുടെ കേന്ദ്രമായി രാജ്യത്തെ മാറ്റാനുള്ള കാഴ്ചപ്പാടും മേളയിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 5 ദിവസമായി തൃശൂർ ജില്ലയെ കലാപൂർണമാക്കിയ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. വൈകുന്നേരം തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കലോത്സവത്തിന് ആവേശകരമായ സമാപനം കുറിക്കാൻ മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ എത്തും. കലോത്സവത്തിന് സമാപനമാകുമ്പോൾ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ ഒരുങ്ങി നിൽക്കുകയാണ് കണ്ണൂർ ജില്ല. 985 പോയിന്റുമായാണ് കണ്ണൂർ മുന്നേറ്റം തുടരുന്നത്. 978 പോയിന്റുകളോടെ ആതിഥേയരായ തൃശൂർ 2ാം സ്ഥാനത്തും 977 പോയിന്റുകളുമായി പാലക്കാട് 3ാം സ്ഥാനത്തുമാണ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള പദ്ധതിയെ എതിർക്കുന്ന രാജ്യങ്ങൾക്കുമേൽ വ്യാപാര തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ നടന്ന ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് നിർണായകമാണെന്ന് ട്രംപ് പറഞ്ഞു. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, യുകെ, നെതർലൻഡ്, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ 10% അധിക തീരുവ ചുമത്തുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആർട്ടിക് മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചുവരുന്ന സാന്നിധ്യത്തിൽ നിന്ന് അമേരിക്കയെ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. We need Greenland for national security very badly. If we don't have it, we have a big hole in national security, especially when it comes to what we're doing in terms of the Golden Dome and all of the other things. We have a lot of investments in military. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000 കവിഞ്ഞു. ടെഹ്റാനിലെ തെരുവുകൾ നിലവിൽ ശാന്തമായിട്ടുണ്ടെങ്കിലും ഇന്റർനെറ്റ് സേവനങ്ങൾ ഉൾപ്പെടെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരുടെ വധശിക്ഷകൾ റദ്ദാക്കിയതിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ നേതാക്കൾക്ക് നന്ദി പറഞ്ഞു. ഡൽഹിയിലെ വായു ഗുണനിലവാരം അതീവ ഗുരുതര വിഭാഗത്തിലേക്ക് അടുത്തതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കി ഡൽഹി സർക്കാർ. സ്ഥിതിഗതികൾ അതിവേഗം വഷളാകുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ പ്രകാരം സ്റ്റേജ് 4 നടപടികൾ വീണ്ടും നടപ്പിലാക്കുമെന്ന് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ അറിയിച്ചു. നിയന്ത്രണങ്ങളുടെ ഭാഗമായി ദേശീയ തലസ്ഥാന മേഖലയിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായി നിരോധിച്ചു. ഓഫീസുകൾ 50% ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സൌകര്യം ഒരുക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. അതിശൈത്യം തുടരുന്ന സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 മുതൽ 3 ദിവസം വരെ ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ബീഹാർ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. ജമ്മുകശ്മീർ, ലഡാക്ക്, ഉത്തരാഖണ്ഡ്, പശ്ചിമബംഗാൾ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലും സമാനമായ കാലാവസ്ഥ തുടരും. കിഴക്കൻ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ നാളെ ശൈത്യതരംഗ മുന്നറിയിപ്പുണ്ട്. അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 18 റൺ ജയം. മഴമൂലം 49 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 48.4 ഓവറിൽ 238 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന്റെ വിജയലക്ഷ്യം 29 ഓവറിൽ 165 റൺസായി പുനർനിർണയിച്ചിരുന്നു. എന്നാൽ 146 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്താകുകയായിരുന്നു. വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഡൽഹി ഉയർത്തിയ 167 റൺ വിജയലക്ഷ്യം 10 പന്ത് ബാക്കി നിൽക്കെ 169 റൺ നേടി ബംഗളൂരു മറികടക്കുകയായിരുന്നു. 96 റൺ നേടിയ സ്മൃതി മന്ധനയാണ് കളിയിലെ താരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിൽ 6950 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കാസിരംഗ എലിവേറ്റഡ് കോറിഡോറിന് തറക്കല്ലിടും. വർദ്ധിച്ചുവരുന്ന വ്യാപാര പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ വളർച്ച ഏറെ പ്രതീക്ഷ നൽകുന്നതെന്ന് ലോക സാമ്പത്തിക ഫോറം. രാജ്യത്തെ നദീജല ഡോൾഫിനുകളുടെ 2ാം കണക്കെടുപ്പിന് ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ തുടക്കമായി. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. മുന്നേറ്റം തുടർന്ന് കണ്ണൂർ ജില്ല. ഡൽഹിയിലെ വായു ഗുണനിലവാരം അതീവ ഗുരുതര വിഭാഗത്തിലേക്ക് അടുത്തതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കി ഡൽഹി സർക്കാർ. അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 18 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.